ഓം അമൃതേശ്വര്യേ നമ. ഒരു ഭക്തൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകാനുണ്ടോ? അമ്മ പുഞ്ചിരിയോടെ പറഞ്ഞു, ക്ഷമയോടിരിക്കൂ മക്കളെ. അദ്ദേഹം തിരക്കി, അത്രയും ചെയ്താൽ മതിയോ അമ്മേ? അമ്മ പറഞ്ഞു, അത് തന്നെ ധാരാളം മതി. അദ്ദേഹം എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. ഒന്ന് രണ്ടടി വച്ചപ്പോഴത്തേക്കും അമ്മ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, മാപ്പ് കൊടുക്കാനും കഴിയണേ. അമ്മയുടെ ആ വാക്ക് കേട്ട് അദ്ദേഹം ചോദിച്ചു, എന്നോടാണോ അമ്മ പറഞ്ഞത്? അമ്മ അരുളി, മോനോട് തന്നെ. അദ്ദേഹം വീണ്ടും അമ്മയ്ക്കരികിലിരുന്നു. പിന്നെ പറഞ്ഞു, അമ്മ എന്തോ സൂചിപ്പിച്ചതാണല്ലോ. എനിക്കിത്തരം അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. വ്യക്തമായി പറയൂ അമ്മേ, എനിക്ക് മനസ്സിലായില്ല. അമ്മ ദർശനം കൊടുത്തുകൊണ്ടിരുന്നു. കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. സ്വല്പം കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മക്കളെ, എന്തോ ഒരു സംഭവം, ഒരു സാഹചര്യം നിന്റെ മനസ്സിൽ പൊടുന്നനെ പൊന്തി വന്നല്ലോ. അല്ലെങ്കിൽ മാപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പ്രതികരിച്ചത് എന്തിനാണ്? എന്തോ ഒന്ന് നിന്നെ വിഷമിക്കുന്നുണ്ട്. അമ്മയുടെ വാക്കുകൾ കേട്ട് അദ്ദേഹം തലയും താഴ്ത്തിയിരുന്നു. പൊടുന്നനെ കരയാൻ തുടങ്ങി. അമ്മയ്ക്കത് സഹിക്കാനായില്ല. അമ്മ പ്രേമപൂർവ്വം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തുടച്ചു, നെഞ്ചിൽ തടവി. അമ്മ അരുളി, മോൻ വിഷമിക്കല്ലേ, അമ്മ കൂടെ ഉണ്ടല്ലോ. ആ ഭക്തൻ പറഞ്ഞു, അമ്മ പറഞ്ഞ സത്യമാണ്. എനിക്കെൻ്റെ മകനോട് പൊറുക്കാൻ പറ്റുന്നില്ല. 1 വർഷമായി ഞാൻ അവനോട് മിണ്ടിയിട്ട്. എനിക്ക് ആഴത്തിൽ മുറിവുണ്ടമ്മേ. അവനോട് കടുത്ത കോപവുമുണ്ട്. എന്നെ സഹായിക്കൂ അമ്മേ. കാരുണ്യത്തോടെ അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് മനസ്സിലാകുന്നുവല്ല. ഭക്തൻ പറഞ്ഞു, 1 വർഷം മുമ്പ് വഴക്കുണ്ടാക്കിക്കൊണ്ട് അവൻ വീട്ടിലെത്തി. എനിക്കത് ഇഷ്ടമായില്ല. ഞാൻ ചോദ്യം ചെയ്തു. അവൻ എൻ്റെ നേർക്ക് ഒച്ചയെടുത്തു അമ്മേ. പാത്രങ്ങൾ തല്ലി പൊട്ടിച്ചു. എൻ്റെ ക്ഷമ നശിച്ചുപോയി. ഞാനവനെ ശകാരിച്ച് വീട്ടിൽ നിറക്കി വിട്ടു. 1 വർഷമായി ഞാൻ അവനെ കണ്ടിട്ടില്ല, മിണ്ടിയിട്ടുമില്ല. അമ്മ അരുളി, എനിക്ക് മോൻ്റെ ഹൃദയം അറിയാം. ആർക്കും അത്തരം സന്ദർഭങ്ങളിൽ നിയന്ത്രണം വിട്ടുപോകും. കുറ്റബോധം വേണ്ട മക്കളെ. എന്തായാലും മോൻ ക്ഷമിക്കണം, അതിലാണ് കാര്യം. ആ ഭക്തൻ പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ടമ്മേ, പക്ഷെ മറക്കാൻ പറ്റുന്നില്ല. ക്ഷമിക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സ് പറയും, നിന്റെ കയ്യിൽ തെറ്റില്ലല്ലോ, പിന്നെ നീ എന്തിനു വിഷമിക്കണം? അവനല്ലേ തെറ്റ് ചെയ്ത്, അവൻ ക്ഷമ ചോദിക്കട്ടെ. അത് കേട്ട അമ്മ പുഞ്ചിരിയോടെ പറഞ്ഞു, മോന് ശരിക്കും പ്രശ്നം തീരണമെന്നുണ്ടോ? അധികം പ്രതീക്ഷയോടെ പറഞ്ഞു, ഉണ്ടമ്മേ. എന്നെയും എൻ്റെ മകനെയും രക്ഷിക്കില്ലേ അമ്മ? അമ്മ പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം നീ ചെയ്യണം. മനസ്സിനെ ശ്രദ്ധിക്കണ്ട. മനസ്സ് ഇത്തരം കാര്യങ്ങൾ പരിഹരിച്ച് തരില്ല, മുറിവുണക്കില്ല. പകരം നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കും, വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഭക്തൻ ചോദിച്ചു, അമ്മയിനി ഞാൻ എന്താ ചെയ്യേണ്ടത്? അമ്മ പ്രേമപൂർവ്വം പറഞ്ഞു, മോൻ ആഗ്രഹിക്കുന്നത് പറയാൻ അമ്മയ്ക്ക് കഴിയില്ല. പക്ഷേ മോനെ സഹായിക്കാൻ ഒരു കാര്യം പറയാം. നിങ്ങൾക്കിടയിൽ ശാന്തി ഉണ്ടാകാനുള്ള കാര്യം പറഞ്ഞു തരാം. ഭക്തൻ കൂപ്പുകൈയിലൂടെ പറഞ്ഞു, ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കാം അമ്മേ, അമ്മ പറഞ്ഞാലും. അമ്മ അരുളി, സംഭവിച്ചതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. അത് നീ സ്വീകരിക്കണം. ചില കാര്യങ്ങളുടെ പുറകിൽ നമുക്കറിയാത്ത കാരണങ്ങളുണ്ട്. മോൻ്റെ മനസ്സ് മകനെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നില്ലേ? ഭക്തൻ ഒന്നും മിണ്ടാതിരുന്നു. പിന്നീട് പറയൂ അമ്മേ. അമ്മ തുടർന്നു, അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ? മോൻ്റെ മാതാപിതാക്കളെ സ്നേഹിച്ചിരുന്നു, പ്രത്യേകിച്ച് അച്ഛനെ? ഭക്തൻ പരിഭ്രമത്തോടെ പറഞ്ഞു, അമ്മയുമായി കൂട്ടായിരുന്നു, പക്ഷെ അച്ഛനായിട്ട് അത്രയും നല്ല ബന്ധമായിരുന്നില്ല. അമ്മ ചോദിച്ചു, അതെന്താ? ഭക്തൻ പറഞ്ഞു, അച്ഛൻ വളരെ കോപിഷ്ഠനായിരുന്നു, വളരെ കർശനക്കാരനുമായിരുന്നു. എനിക്ക് പൊരുത്തപ്പെടാൻ വല്ലാതെ ബുദ്ധിമുട്ടുമുണ്ടായി. അമ്മ പറഞ്ഞു, ശരി, അപ്പോൾ മോൻ്റെ പെരുമാറ്റം അച്ഛന് വിഷമമുണ്ടാക്കി എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഭക്തൻ പറഞ്ഞു, ശരിയാണമ്മേ. അമ്മ തുടർന്നു, അതായത് മോൻ അന്ന് അച്ഛനോട് ചെയ്തത് സ്വന്തം മകൻ്റെ വാക്കുകളിലൂടെ, പ്രവൃത്തിയിലൂടെ ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഭക്തൻ പറഞ്ഞു, ശരിയാണമ്മേ. മോനെ, അച്ഛനുമായി പ്രശ്നമുണ്ടാക്കിയപ്പോൾ നീ കുറെ സഹിച്ചില്ലേ? ഭക്തൻ പറഞ്ഞു, ഉവ്വമ്മേ. അമ്മ പറഞ്ഞു, അച്ഛനോട് നീ ക്ഷമിച്ചോ? അച്ഛനുമായിട്ടുള്ള ബന്ധം പിന്നീട് പുനഃസ്ഥാപിച്ചുവോ? ഉവ്വമ്മേ. അച്ഛൻ മരിക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് ഞങ്ങൾ തമ്മിൽ കണ്ടു.
എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തു. അമ്മ കാരുണ്യത്തോടെ അരുളി, മോനെ, നിന്റെ മകനും അങ്ങനെ തന്നെ സഹിച്ച് നിനക്കും നിന്റെ അച്ഛനും സംഭവിച്ചതുപോലെ തന്നെ ഇനിയും സംഭവിക്കണമെന്ന് നീ കരുതുന്നുണ്ടോ? വേണ്ട അമ്മേ, വേണ്ട അമ്മേ, അദ്ദേഹം പൊടുന്നതിനെ പറഞ്ഞു. അമ്മ പറഞ്ഞു, എങ്കിൽ മകനോട് പൊറുക്കൂ. അതാണ് ശാന്തിക്കുള്ള, സമാധാനത്തിനുള്ള, സന്തോഷത്തിനുള്ള ഏറ്റവും നല്ല വഴി. നമ്മുടെ ഓരോ ദുഃഖത്തിൻ്റെയും പുറകിൽ നമ്മുടെ തന്നെ കർമ്മഫലങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. അതൊഴിവാക്കാൻ അമ്മ തെളിച്ച വഴി അതേ മാർഗമുള്ളൂ. അത് തിരിച്ചറിഞ്ഞ് പിന്തുടരാൻ നമുക്ക് സാധിക്കട്ടെ. അതിനായി കൃപാമയി നമ്മിൽ വിവേകം ഉണ്ടാക്കട്ടെ.